ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഒരാഴ്ചയോളം ഇനി കാവലാളാവാൻ തൃശ്ശൂരിൽ നിന്നുള്ള ജോസഫ് ഏട്ടനുണ്ട് ഇവിടെ. ഉമ്മൻചാണ്ടിയുമായുള്ള വൈകാരിക ബന്ധത്തിൻ്റെ ആഴം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ജോസഫ് ഏട്ടൻ നമ്മളോട്. ജോസഫ് ഏട്ടൻ്റെ വാക്കുകളിലേക്ക് പോവാം. ജോസഫ് ഏട്ടൻ ഒരാഴ്ചയോളം ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു 3 ദിവസം പിന്നിട്ടു. എന്താ പറയുക, ആദ്യമായിട്ട് തന്നെ സഖാവെ അങ്ങയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 മിഴിപ്പൂക്കൾ. പിന്നെ അങ്ങേക്കറിയാലോ, ഏകദേശം ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ് ഹയർ സെക്കൻഡറി പരീക്ഷ ഞാൻ പാസ്സായതിനു ശേഷം പനമ്പള്ളി കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചേട്ടനായിരുന്നു KSUവിൻ്റെ പ്രസിഡൻറ്റ്. അന്ന് ഞങ്ങൾക്ക് പകർന്നു തന്ന ഊർജം അങ്ങ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഞങ്ങളുടെ വഴിക്ക് വരണം, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരുന്നു. അങ്ങ് ഞങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്നു. അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുമ്പ് അങ്ങാണ് കാണിച്ചു തന്നത്. അങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ചയല്ല, ഒരാണ്ട് മുഴുവൻ അങ്ങയുടെ കുഴിക്ക് കാവൽ നിന്നാലും ഞങ്ങൾക്ക് മതിയാകില്ല സഖാവേ. അങ്ങയോടുള്ള സ്നേഹം പറഞ്ഞാൽ തീരില്ല. ഞാൻ ഏകദേശം വെളുപ്പിന് 1:45 എല്ലാ ചടങ്ങുകളും കഴിഞ്ഞത്. അതിനുശേഷം കുറേ നല്ല പൂക്കൾ നോക്കിയിട്ട് അവിടെ ഏകദേശം ഒരു 19 പൂക്കൾ വെച്ചു. അതിനുശേഷം ഇന്നിപ്പോൾ അത് തിരിച്ചു മാറ്റിയിട്ട് സ്ലാബ് ഇടണ ചടങ്ങായിരുന്നു. അതിനുശേഷം തെങ്ങിൻ്റെ ഇടയ്ക്ക് അവിടെ ആരോ കുറേ ഇട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 39 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നല്ലത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കൊള്ളാത്ത ബാക്കിയുണ്ട്. അതിവിടെ ഏകദേശം 92 ബൊക്കയും റീത്തായിട്ടുണ്ട്. ആ കണ്ടത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇന്നിപ്പോൾ വെയിൽ വരുമ്പോൾ വെയിലിന് താങ്ങാനായിട്ട് കുറേ വെള്ളമൊക്കെ തെളിച്ച് 7ാം ചരമദിനം വരെ അതിൽ നിന്ന് നല്ല പൂക്കൾ മാത്രം എടുത്ത് നമ്മുടെ പള്ളിയിലെ കുർബാനയ്ക്ക് അൽത്താരിൽ വെക്കുന്നത് പോലെ അത്രയും സ്നേഹത്തോടെ അത്രയും പരിശുദ്ധിയോടുകൂടി അങ്ങയുടെ കാവൽ നിൽക്കുന്ന ഈ ജോസഫ് വയ്ക്കും. എന്തിനാണെന്നറിയോ? അങ്ങ് സ്വർഗത്തിലിരുന്നുകൊണ്ട് ഈ നറുമഴി പൂക്കളെ കാണണം. എന്തിനാ? ഞങ്ങളോട് അന്ന് പറഞ്ഞില്ലേ മറ്റുള്ളവരെ സ്നേഹിക്കണം, എങ്കിലേ ആ സ്നേഹം തിരിച്ച് ആ സ്നേഹം താങ്കളോട് കാണിക്കുകയാണ്. ഇത് ഞങ്ങൾ കാണിക്കാനോ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാനോ ഒന്നല്ല. ഒരു ചേട്ടൻ ഞങ്ങളുടെ വന്ന് ചെയ്യണുണ്ട്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, അല്ലാതെ ഒരു ചാനലുകാരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എടുക്കണം കൊടുക്കണം TV കാണിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് താങ്കളുടെ കുടുംബത്തിന് 1 രൂപയെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കാണുന്ന പൂക്കൾ ഞങ്ങൾ മാറ്റിവെച്ച. വെയിലുള്ളാതെ നല്ല മൂടിയിട്ട് നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഫ്രഷായി നാളേക്ക് 5 മണിക്ക് ഇവിടെ മണി അടിക്കുമ്പോൾ തന്നെ ഞങ്ങളിവിടെ ഉണ്ടാവും. 5:45 ഞാനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കെവിൻ എന്ന് പറഞ്ഞിട്ട്, അവനുണ്ട്. പിന്നെ നോബൽ എന്നും പറഞ്ഞിട്ട് കണ്ണിമലയിലുള്ള ഒരു കൂട്ടുകാരുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുക. കാരണം ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. വെളുപ്പിന് വരാൻ ഞാൻ തൃശ്ശൂരാണ്, എൻ്റെ വീട് തൃശ്ശൂരാണ്, അവൻ്റെ വീട് കോട്ടയം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തും ആവട്ടെ. അപ്പോൾ 1 രൂപ താങ്കളുടെ കുടുംബത്തിന് സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ധന്യനായി. അതിനു വേണ്ടിയുള്ള കളക്ഷനാണ് ഈ മരത്തിൻ്റെ അപ്പുറത്ത്. ഇത് ഞങ്ങൾ അതിന് ശേഷം അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് ഡിസ്പോസ് ചെയ്യും. അങ്ങയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹം സ്വാതന്ത്ര്യം. ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ ഇത് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ചാണ്ടിച്ചായം പറഞ്ഞു, എൻ്റെ കൂടെ പെട്ടിയുടെ ഒരു കൈ പിടിക്കാൻ നീ ഉണ്ടാകണം എന്ന് പറഞ്ഞു. അതിനുശേഷം ചാണ്ടിച്ചേട്ടൻ പറഞ്ഞു, 7 വരെ നീ ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും താങ്ങും തണലും സഹായമായിട്ട് നീ ഉണ്ടാകണം. കാരണം കഴിഞ്ഞ 13 വർഷമായിട്ട് നിങ്ങളറിയാം, കുടുംബപരമായും വ്യക്തിപരമായും കോളേജ് ക്യാമ്പസും നിൻ്റെ കഴിവും എഫിഷ്യൻസിയും അതിനേക്കാൾ ഉപരി നിൻ്റെ തലോടലും ഞങ്ങൾക്കറിയാം. കാരണം ഈ 3 ദിവസം തിരുവനന്തപുരം തുടങ്ങി ഇന്ന് ഈ നിമിഷം വരെ ഞാൻ വീട്ടിൽ പോയിട്ടില്ല. അവർക്കറിയാം ഞാൻ എവിടെയാണെന്ന്. ആ സ്നേഹത്തിന് ഞങ്ങൾ തരുന്ന ഈ വേതനം, ഞങ്ങൾ ചെയ്യുന്ന ഈ കൂലിയൊന്നും ഒരിക്കലും 1% പോലും ആകില്ല. എങ്കിലും ഞങ്ങളുടെ ഒരു തണൽ, ഞങ്ങളുടെ ഒരു സ്നേഹം ഈ നിങ്ങളുടെ ഈ പുതുപ്പള്ളിയെ ചുറ്റിച്ചെറ്റി ഞങ്ങളുടെ ഈ തുടിക്കുന്ന ചോര സിരകളിലുള്ളിടത്തോളം കാലം അങ്ങ് തന്ന ആ ബൂസ്റ്റ്, ആ തുടിക്കുന്ന ചോര ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ ഓർമ്മകൾക്ക് പിന്നിൽ ഒരു താങ്ങായി, തണലായി, സ്നേഹമായി, സ്വാതന്ത്ര്യമായി, തലോടലായി എന്നും ഞങ്ങളുണ്ടാകും കൂടെ. ഇതിപ്പോൾ എന്താ റീത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു വിശദാംശം ഒന്ന് പറയാമോ? റീത്ത് കൃത്യമായിട്ട് ഇവിടുന്ന് തരം തിരിച്ച് മാറ്റി നിർത്തി
കല്ലറയിൽ കൊണ്ടുവെക്കുന്ന രീതിയാണോ? അതെന്ന് വെച്ചാൽ ആദ്യം അവിടെ കുറേ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറേ മാത്രം തിരഞ്ഞെടുത്ത് അതിനുശേഷം തെങ്ങിൻ്റെ അവിടെ ചുവട്ടിലും അവിടെയും കൊണ്ടിട്ടിരുന്നു. അതിനകത്ത് ഏകദേശം ഒരു 19 റീത്ത് ഇന്നലെ രാത്രി 2:30-3 ഇടയ്ക്ക് കല്ലറയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ തെങ്ങിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ റീത്തുകളിൽ നിന്ന് നല്ല പുതിയ പൂക്കൾ കൊണ്ടുള്ള റീത്ത് അത് ഈ മരത്തിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അതിൽ 3 ദിവസമായുള്ള പഴക്കമെത്തി ആംബുലൻസിലും അതിലൂടെ വന്ന ചീഞ്ഞ പൂക്കളും സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരു സ്നേഹമുള്ളതിൻ്റെ പേരിലേ ചെയ്യുള്ളൂ. അതായത് നമ്മളൊരു കൂലിക്ക് നിർത്തിയാലും അവരിത്ര സ്നേഹത്തോടു കൂടി സത്യസന്ധമായിട്ട് ചെയ്യണമെന്നില്ല. കാരണം അവർ വിചാരിക്കുക ഇത് ആവശ്യം കഴിഞ്ഞ പൂക്കളല്ലേ ചീഞ്ഞതല്ലേ എല്ലാം ഒരുമിച്ച് തട്ടിയേക്കാം. പക്ഷെ അതല്ല, ചാണ്ടിച്ചേൻ്റെ കുടുംബത്തിലേക്ക് 1 രൂപയെങ്കിലും കൊടുക്കാനായാൽ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നല്ലത് മാത്രം തിരിഞ്ഞു വെച്ചത്. എന്തിനാണെന്നറിയോ? പരിശുദ്ധ പിതാവ് ഉറങ്ങുന്ന മണ്ണിൽ ആ കുടുംബത്തിലെ കുർബാന അർപ്പിക്കുമ്പോൾ ആൾത്താരിൽ വെക്കുന്നത് പോലെ പരിശുദ്ധിയുള്ള പൂ വേണം അങ്ങയുടെ തലപ്പത്ത് വയ്ക്കാൻ. അത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതാണ് തൃശ്ശൂരുകാരുടെ സ്നേഹം. ഇതിപ്പോൾ ജോസഫേട്ടന് മാത്രമല്ല, ജോസഫേട്ടൻ്റെ ഒരു ടീം തന്നെയുണ്ട്. അതാരൊക്കെയാണ്? ഒന്ന് നോബൽ എന്ന് പറയും. നോബൽ അവൻ കണ്ണിമലയിലുണ്ട്. അവൻ +2 പഠിക്കുന്ന ഒരു പയ്യനാണ് അവൻ, നോബൽ. പിന്നെ എൻ്റെ പാർട്ട് ഓഫ് ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ ഉറ്റ സ്നേഹിതൻ, എൻ്റെ ചെങ്ങാതി, എൻ്റെ എല്ലാമായി കെവിൻ എന്ന് പറയുന്നൊരു കൂട്ടുകാരുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ വന്ന് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ എൻ്റെ ജോലി ഇപ്പോൾ അവനോട് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ രാത്രി അവൻ വന്നാൽ എനിക്ക് പകരം ഞാൻ അവിടെ ജോലി ചെയ്യും. അത് ഞങ്ങളൊരു ടീം വർക്കാണ് ഇത്. പിന്നെ നോബൽ, അവൻ്റെ പേര് ജോസഫാണ്. അവൻ കണ്ണിമല എന്നൊരു സ്ഥലത്ത് ഒരു സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുക. അവനെ പഠിപ്പിക്കുന്നതും അവിടുത്തെ സ്കൂൾ ഹെഡ് മിസ്ട്രസും എൻ്റെ ടീച്ചറാണ്. ആ ടീച്ചർ CSC കോൺവെൻറ്റിലെ ഒരു ഹെഡ് മിസ്ട്രസ്സാണ്. അതോടൊപ്പം അവൻ കോൺവെൻറ്റിലെ മദർ സുപ്പീരിയറാണ്. അങ്ങനെ ഒരു സ്നേഹ സാന്ത്വനമായി ഒരു എന്താ പറയുക, അങ്ങനെ ഒരു കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞ 13 വർഷങ്ങൾക്കും അതിന് ഇടയിൽ ഞങ്ങളങ്ങനെ പോകുന്നു. ആൾ മന്ത്രിയാണോ ഞാനൊരു സാധാരണക്കാരനൊരു വ്യത്യാസമില്ല. ജോസഫിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള വൈകാരിക ബന്ധത്തിന്റെ അടുപ്പത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന്. ഇതുപോലെ തന്നെ പല ജനങ്ങൾക്കും വിവിധങ്ങളായി താമസിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പല ജനവിഭാഗങ്ങൾക്കും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനോടുള്ള അടുപ്പത്തിന്റെ കഥകൾ ഇതുപോലെ ഒരുപാടുണ്ടാകും. ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നും ക്യാമറമാൻ ബാലുവിനൊപ്പം യൂസഫ് അലിനൂർ, വൈറ്റ് സ്വൻ TV ന്യൂസ്.